ഗായ്സ് നമ്മൾ A4 L പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പൊന്നിന് സാറിൻ്റെ അടുത്താണ്. നമ്മൾ കുറച്ച് ഗപ്പിനൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ ഉപ്പൊന്ന് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ വന്നു. പള്ളി കഴിഞ്ഞ് വന്നു, ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ വന്നു. കണ്ടില്ലേ നമ്മുടെ പട്ടി അഭിരുത്തും എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങളെല്ലാം ഗായ്സ് നമ്മുടെ നോക്കി നല്ലൊരു താറാമൂട്ടം അതിനകത്തുണ്ട്. മരത്തിന് അത് രസമല്ലേ കാണാൻ. ഇറച്ചി താറാവും അതുപോലെ തന്നെ രണ്ടും ഇറച്ചി താറാവാട്ടോ. നമുക്കൊരു സ്മെല്ലും അങ്ങനെയൊന്നും ഇല്ലാട്ടോ. ഇവിടെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. മരത്തിൻ്റെ വല്ല കൂടെ താറാവൊക്കെ ഉണ്ട്, കോഴിയൊക്കെ. ഒരു പട്ടിയുണ്ട് കാവലിന്. അതെ നമ്മുടെ കിനിക്കോഴിയാണേ. കിനിക്കോഴി അതുപോലെ കരിങ്കോഴിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മണ്ടയിലാട്ടോ നമ്മുടെ പഴയ പുരാവസ്തു ഒക്കെ വച്ചേക്കണ സ്ഥലം. നമ്മളാണെങ്കിൽ ഗപ്പിനെ കുറച്ച് എടുക്കാനായിട്ടാട്ടോ വന്നേ. അപ്പോൾ നമ്മൾ വലയൊക്കെ സെറ്റ് ചെയ്ത് ഗപ്പിനെ പിടിക്കുകയാണേ. ഒരു 3-4 കുളത്തിലായിട്ടാട്ടോ വളർത്തണേ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് നല്ല ഗപ്പിനെ കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റി നല്ല സൈസുള്ള ഗപ്പികളാട്ടോ. നമ്മൾ ആദ്യം ഒരു കവർ മൊത്തം പിടിച്ചു. അപ്പോൾ അഭിരുത്തും വേണമെന്ന് ഉറപ്പ്, പിന്നെ അവനും പിടിക്കാം. രണ്ടുപേരുടെ മാറി പിടിച്ചു. അപ്പോൾ ഈ കുളത്തിൽ വേറെയും കുറേ മീനുണ്ട് കേട്ടോ. ഈ വാള അതുപോലെ കുറേ കുഞ്ഞുങ്ങൾ ഗപ്പിയുടെയും അത് കുറേ കിടക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു സൈസുള്ള മീനാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെടിയും സാധനങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് എടുത്തു. മെയിനായിട്ട് ഗപ്പി കുറച്ചെടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ കേട്ടോ, മിസ്റ്റർ ഗപ്പി. അപ്പോൾ അവിടെ തിരിച്ചു വന്ന വഴിക്കാണ് നമ്മൾ വെച്ചാൽ മുളങ്കെട്ടിപ്പാറയുടെ അങ്ങോട്ട് പോകാമെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചത്. പിന്നെ ആ വഴി നേരെ കയറി പോയി കുറച്ചവിടെ ഉള്ളിലേക്കുള്ളൂ. ഒരു 10-300 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തെത്താം കേട്ടോ. ഈ ഇടയ്ക്കായിട്ട് അവിടെ ഒരു പുതിയൊരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. നമ്മൾ ഏകദേശം സ്ഥലത്തെത്തി കേട്ടോ. മുളങ്കെട്ടിപ്പാറ ഇതാണ്. മുളങ്കെട്ടിപ്പാറയിൽ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ശാന്ത ഏരിയ ആയിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ശാന്ത ഏരിയ ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. ഗായ്സ് നമ്മളത് മുളങ്കെട്ടിപ്പാറയുടെ മണ്ടയിലെത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നോട്ടോ. എന്നിട്ട് നമ്മളത് ഒരു കവറിലെ ഗപ്പികളെ മൊത്തം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ വെള്ളം മാറിയിട്ട് പുതിയ വെള്ളം പിടിച്ച് അതിനകത്തേക്ക് ആ ഗപ്പിന് മൊത്തം വിട്ടു കേട്ടോ. 35 അങ്ങനെ ഉണ്ട് കേട്ടോ. മൊത്തം ടോട്ടൽ 35 ഗപ്പിയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. കുറച്ച് അഭിരുത്തിനും കൊടുത്തു. കണ്ടറിയാട്ടോ നമുക്ക് നല്ല ഒരു സൈസ് ഉണ്ട് കേട്ടോ ഗപ്പിക്ക്. സാധാരണ മിസ്റ്റർ ഗപ്പി മുമ്പ് ഇത്ര സൈസ് കാണാറില്ല. അതിനേക്കാളും നല്ല സൈസ് ഉണ്ട്. എല്ലാത്തിനും ഈ ഒരു വലിയ സൈസുണ്ട്. ചെറുതൊന്നും കിട്ടിയില്ല, എല്ലാം വലുതാണ് കിട്ടിയാണേ. നല്ലൊരു റെഡ് കളറുള്ള ഗപ്പി. രാവിലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കോഴി കിട്ടിയിട്ടുണ്ടോ. നമുക്ക് അതിനെ കൂട്ടിലേക്ക് വിടാം. നമുക്ക് ആ കോഴീനെ കുഞ്ഞുങ്ങളാണേ. അപ്പോൾ അതിനെ നമുക്ക് പുതിയ കൂട്ടിലേക്ക് വിടാം. അപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് വേറെ കൂടെ വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ പഴയ പ്രാവുകൂട്ടിലേക്ക് ഓരോന്ന് കയറ്റി വിട്ടിട്ടോ. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാണ്. രാവിലെ നമുക്ക് 5 കോഴിയും കിട്ടിയപ്പോൾ അതിനെ നമ്മൾ കൂട്ടിലേക്ക് വെള്ളം തീറ്റയ്ക്ക് വെച്ച് കൊടുത്തു. 2 ക്രേഫിഷ് ആട്ടോ. ഇത് നമ്മുടെ മെയിലാണേ. ഇത് നമ്മുടെ ഫീമെയിൽ. ഇതുവരെ വെള്ളത്തിലേക്ക് വിടാട്ടോ. ഇതോട്ട് ഇവിടെയാണ് താമസം. കണ്ടോ നേരെ കല്ല് അവർ വിളിച്ചിരിക്കാൻ പോണ കേട്ടോ അല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര നോയ്സ് ആണ് കേട്ടോ. നമ്മൾ വോയിസ് ഓവർ ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിനെ കണ്ടില്ലേ റോസ് വെച്ച് കൊടുത്തു. പ്ലാന്റ് അവർ കഴിക്കിട്ടോ. അതുകൊണ്ട് കുറച്ച് പായലേക്ക് ഇട്ട് കൊടുത്തും റെഡിയാക്കി കിട്ടും. അപ്പോൾ ക്രൈഫിഷ് ഒരു മെയിൽ ഫീമെയിൽ അത് ഏകദേശം എഗ് ഇയറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഉള്ളിൽ ഗ്രില്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഷൂ ഒക്കെ ചെരുപ്പൊക്കെ വെക്കണേ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പോയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പെയിൻ്റ് അടിച്ച് സ്ക്രൂ ഒക്കെ മുറുക്കി സെറ്റാക്കി. പിന്നെ നമുക്ക് വൈകുന്നേരം നമുക്കൊരു കുറച്ച് ഗൗരക്കുഞ്ഞുങ്ങൾ കിട്ടി കേട്ടോ. നമുക്ക് പരിചയമുള്ളവർ തന്ന കേട്ടോ. അക്യൂറും സൈഡും തന്നെ. അപ്പം അവർക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നോട്ടെ. 8 ഗൗരക്കുഞ്ഞും ആണ് നമുക്ക് തന്നത്. വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കേട്ടോ റോട്ടിൽ കൂടെ ഒരു കുതിരേനെ ഇങ്ങനെ നടത്തിച്ച് ഉണ്ടായി.
ഇപ്പം അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, ജസ്റ്റ് ഒന്ന് അതിനെ ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം നടത്തി വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ അതുവരെ ബൈ.